പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പറയുന്നത് വിശുദ്ധ കാർലോസ് അക്യൂട്ടിസിനെ കുറിച്ചാണ്. 1991 ലണ്ടനിൽ ജനിച്ചു. 7ാമത്തെ വയസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഹൈവേ ആണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നു. 146 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ വെബ്സൈറ്റിലൂടെ ലോകത്തിന് പകർന്നു നൽകി. അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നു. തൻ്റെ പിതാവിനോടൊപ്പം ഹോളി ലാൻഡിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയം രക്താർബുദം ബാധിച്ച് ആരോഗ്യനില മോശമാകുകയും ചെയ്തു. തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഐ ഡോണ്ട് നീഡ് ടു ഗോ ടു ദ സ്റ്റോൺ ഓഫ് ദ ഹോളി ലാൻഡ്, ഐ നീഡ് ടു ഗോ ടു ഓൾട്ടാർ എന്ന്. വിശുദ്ധ സ്ഥലങ്ങൾ വെറും കല്ലുകളാണ്, എന്നാൽ വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ നേരിട്ട് സ്വീകരിക്കാം. ഞാൻ അൾത്താരയിൽ ജീവിക്കുന്ന ക്രിസ്തുവിനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് പറഞ്ഞു. ഫ്രാൻസിസ് അസീസിയോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഇടയ്ക്ക് അവിടെ സന്ദർശിക്കുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സാങ്ച്വറി ഓഫ് സ്പോളിയേഷനിൽ സൂക്ഷിക്കുന്നു. ഈ പള്ളി വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ധനവും സമ്പത്തും ഉപേക്ഷിച്ച് ദാരിദ്ര്യം സ്വീകരിച്ച് ഈ സംഭവം നടന്ന സ്ഥലമാണ്. ഫ്രാൻസിസിനെ പോലെ ലൗകിക കാര്യങ്ങളെക്കാൾ ദൈവത്തിന് മുൻഗണന നൽകി ദരിദ്രരോടും വികലാംഗരോടും അനുകമ്പയുള്ളവനായിരുന്നു. അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുമായിരുന്നു. 2006 ഒക്ടോബറിൽ 15ാം വയസ്സിൽ മരണമടഞ്ഞു. 2025 സെപ്റ്റംബർ 7 വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹം ആദ്യത്തെ മില്ലേനിയൽ സെയിൻ്റ് ആണ്. നമുക്കും വിശുദ്ധിയിൽ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.